വധശിക്ഷ കാത്ത് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ ഭാവി ഇന്നറിയാനാകും. ഇന്ന് നടക്കുന്ന ചർച്ചകളെല്ലാം അതിനിർണായകമാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറായാൽ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്നും മോചനമുണ്ടാകും. അല്ലാത്ത പക്ഷം നാളെ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വധശിക്ഷയ്ക്ക് വിധേയയാകേണ്ടി വരും. യമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത് നാളെയാണ്. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് കടൽ കടന്ന ആ നഴ്സിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അപ്രതീക്ഷിത തിരിച്ചടികളായിരുന്നു. സ്വയരക്ഷയ്ക്കായി ചെയ്തത് കൊലപാതകമായി പോയപ്പോൾ നിമിഷപ്രിയയുടെയും കുടുംബത്തിന്റെയും ഭാവി ഇരുട്ടിലാകാൻ തുടങ്ങി. ജയിലിൽ കഴിഞ്ഞിരുന്ന നിമിഷപ്രിയയെ രക്ഷിക്കാൻ നിമിഷപ്രിയയുടെ അമ്മ മുട്ടാത്ത വാതിലുകളില്ല. ഒടുവിൽ വധശിക്ഷയ്ക്ക് അന്തിമ തീയതി നിശ്ചയിച്ചപ്പോഴും മകളെ രക്ഷിക്കാനുള്ള എല്ലാ വഴികളിലൂടെയും ആ അമ്മ സഞ്ചരിക്കുകയാണ്. നാളെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതിനാൽ ഇന്ന് നടക്കുന്ന ചർച്ചകളെല്ലാം നിർണായകമാണ്. തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തലവന്മാരുമായും ഇന്ന് ചർച്ചകൾ തുടരും. സന്തോഷകരമായ ഒരു അന്തിമ തീരുമാനം പ്രതീക്ഷിക്കാമെന്നാണ് ചർച്ചകൾ നടത്തുന്നവർ അറിയിക്കുന്നത്. നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നതിൽ തലാലിന്റെ കുടുംബത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകാൻ കുടുംബത്തിലെ ഒരു വിഭാഗം തയ്യാറാണ്. പക്ഷേ തലാലിന്റേത് കൊലപാതകമായതിനാൽ തന്നെ അത്തരം നടപടികൾ സ്വീകരിക്കേണ്ടെന്നും വധശിക്ഷയുമായി മുന്നോട്ടു പോയാൽ മതിയെന്നുമാണ് ചിലരുടെ അഭിപ്രായം. ദയാധനം വാങ്ങി സഹോദരന്റെ കാതികിയെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത് കുടുംബത്തിന് നാണക്കേടാണെന്നാണ് കൊല്ലപ്പെട്ടയാളുടെ സഹോദരന്റെ നിലപാട്. കുടുംബത്തിനുള്ളിൽ എതിരഭിപ്രായത്തിൽ നിൽക്കുന്നവരെ കൂടി സമന്വയിപ്പിച്ച് മാപ്പ് നൽകാനുള്ള തീരുമാനത്തിലെത്തിക്കുകയാണ് ഇന്ന് നടക്കുന്ന ചർച്ചകളുടെ ലക്ഷ്യം. തലാലിന്റെ കുടുംബത്തിൽ നിന്നും പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ വധശിക്ഷ നീട്ടിവെക്കാനുള്ള നടപടികളും യമനിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും നിമിഷപ്രിയയുടെ കേസിൽ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ്. താൻ നേരിട്ട ദുരനുഭവങ്ങൾ നിമിഷപ്രിയയെ ഒരു കൊലപാതകത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത്. നിമിഷപ്രിയ ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ തന്നെ തടഞ്ഞു വെച്ച് ആക്രമിച്ചതും ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയതുമൊക്കെയാണ് തലാലിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് നിമിഷപ്രിയ ആവർത്തിക്കുമ്പോൾ ഒരു മാനുഷിക പരിഗണന നിമിഷപ്രിയയും അർഹിക്കുന്നില്ലേ? എന്തായാലും ഇന്നത്തെ പകൽ ഏറെ നിർണായകമാണ്. നിമിഷപ്രിയയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനം യമനിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.